ഡിഫൻസ് എക്സാംസിനും ഗവൺമെൻറ് എക്സാംസിനും റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് റിമൈൻഡർ ക്വസ്റ്റ്യൻസ്. ഇതും ഒരു റിമൈൻഡർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8, 12, 20 or 25 ലീവ്സ് എ റിമൈൻഡർ 5 ഇൻ ഈച്ച് കേസ്. ഒരു നമ്പറിനെ, ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പറിനെ നമ്മൾ ഈ 8, 12, 20, 25 ഈ 4 നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ കേസിലും 5 എന്ന നമ്പർ റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്? അതായത് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ ഏറ്റവും സ്മോളസ്റ്റ് ആയിരിക്കും. 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 20, 25 വെച്ചൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 വരും. അപ്പോൾ അത് ഏത് നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ 5 വരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 595, 605, 1205, 1195 എന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഓരോരോ ഓപ്ഷൻസിലും നമുക്ക് ഈ 4 നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇത് വലിയ വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ പ്രോപ്പർ വേ ആണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ ഇത് എങ്ങനെ ഓപ്ഷൻസ് നിന്ന് ഡിവൈഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് വലിയ നമ്പർ ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ LCM കണ്ടെത്താനാണ്. ഈ 8, 12, 20, 25 ഇതിനെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു LCM കണ്ടെത്തുക. എന്നിട്ട് നമ്മളൊരു 5 നമ്പർ കൂട്ടിയാൽ മതിയല്ലോ, നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ആകുന്ന നമ്പർ കിട്ടാൻ നമ്മൾ LCM കണ്ടെത്തിയാൽ പോരെ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നല്ലേ LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ 8, 12, 20, 25 ഇതിൻ്റെ LCM കാണാൻ ഒന്നല്ലെങ്കിൽ ഈ ഒരു വരയിട്ടിട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ടൈപ്പ് നമുക്ക് പഠിച്ചിരിക്കണം. 8, 12, 20, 25. 8 എന്ന നമ്പർ നമ്മൾ പ്രൈം നമ്പറുടെ ഒരു വേയിൽ എഴുതണം. അപ്പോൾ നമുക്ക് 2 × 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടുമല്ലോ. അപ്പോൾ 2⁻³ നമുക്ക് എഴുതാം. അതുപോലെ ഇതെങ്ങനെയാണ്? ഇത് 2 × 2 × 3. അപ്പോൾ 2² × 3. ഇതെല്ലാം പ്രൈം നമ്പർ ആയിരിക്കണം. ഈ താഴത്തെ ബേസ് നമ്പർ എല്ലാം പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഇതിലാണ് എഴുതേണ്ടത്. അപ്പോൾ 2² എന്താണ്? 4, 4 × 3 12. അപ്പം ഇങ്ങനെ. ഇനി ഇതെങ്ങനെ എഴുതാം? 5 × 2² എന്ന് എഴുതാം. 5 പ്രൈം നമ്പറാണ്, 2 പ്രൈം നമ്പറാണ്. അപ്പോൾ 5 × 2² 4. അപ്പോൾ 4 × 5 20. അതേപോലെ ഇത് 5² എന്ന് എഴുതിയാൽ മതി. അപ്പോൾ LCM കാണാൻ ഈ ഓരോന്നിൻ്റെയും ബേസ് ഉണ്ടല്ലോ, ഏതൊക്കെ നമ്പർ ഉണ്ട് അവിടെ? 2 ഉണ്ട്. അപ്പോൾ 2ൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 2ൽ ഏറ്റവും പവർ കൂടിയ നമ്പർ ഏതാണ്? ഇതല്ലേ, 2⁻³ അല്ലേ. ഇവിടെ 2⁻² ആണ്, ഇവിടെ 2⁻² ആണ്, ഇവിടെ 2⁻0 ആണ്. അപ്പോൾ 2⁻³ അടുത്തത് എന്താണ്? 3 ആണ്. അപ്പോൾ 3യുടെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണ്? ഇത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ 3⁻0 ആണ്. ഇതാണ് 3⁻1 അടുത്തത് എന്താണ്? 2, 3, 5. അപ്പോൾ 5ൻ്റെ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഏതാണ്? ഇതാണ്, 5² ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 × 2 4, 4 × 2 8, 8 × 3 × 25. നമുക്ക് ഉത്തരം 600 ആയിട്ട് കിട്ടും. 600 ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ LCM കണ്ടെത്തി നമ്മൾ 600 എന്ന്. അപ്പോൾ നമ്മൾ ഈ 600 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 20 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് 5 റിമൈൻഡർ ആയിട്ട് വേണം. അപ്പോൾ 605 ചെയ്താൽ പോരെ. ഇത് ഏറ്റവും സ്മോളസ്റ്റും ആയിരിക്കും, 5 റിമൈൻഡർ വരികയും ചെയ്യും. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 5 റിമൈൻഡർ വരുന്ന ഈ 8, 12, 20, 25 എന്ന സംഖ്യകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ പറയുന്നത് 605 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം.